സുഹൃത്തുക്കളെ നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിലെ സ്വീകരണ മുറിയിൽ വെക്കാൻ പാടില്ലാത്ത ഒരു ചില വസ്തുക്കളെ കുറിച്ചാണ്. ഈ വസ്തുക്കൾ നമ്മുടെ സ്വീകരണ മുറിയിൽ വെക്കുമെങ്കിൽ ഈശ്വരാധീനം നമ്മുടെ ഗൃഹത്തിൽ കുറയാൻ കാരണമാകുകയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി അധികരിക്കുവാനും ഇടയാകും എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഗൃഹത്തിലെ സ്വീകരണ മുറിയിൽ ഐശ്വര്യവും ഊർജവും കാത്തു സൂക്ഷിക്കാൻ ഒഴിവാക്കേണ്ടുന്ന ആ വസ്തുക്കൾ ഏതൊക്കെയാണ്, അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഗൃഹം അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സ്വർഗമാകേണ്ടുന്ന ഒരു ഇടമാണ്. നമ്മുടെ ഗൃഹത്തിൽ സദാ സമ്പത്തും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ വിധം ഗൃഹത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് വാസ്തുശാസ്ത്രത്തിൽ ചില നിർദ്ദേശങ്ങൾ കാണുവാൻ സാധിക്കും. ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ വെച്ചാൽ അത് നമുക്ക് അല്ലെങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് വളരെയധികം ഐശ്വര്യവും സമ്പത്തും ഗൃഹ ഐശ്വര്യവും നേടിക്കൊടുക്കും എന്ന് വാസ്തുവിൽ നിർദ്ദേശമുണ്ട്. എന്നതുപോലെ ചില ഭാഗങ്ങളിൽ ഇന്ന ഇന്ന വസ്തുക്കൾ സ്ഥാപിക്കുവാൻ പാടില്ല. അത് ആ ഗൃഹത്തിലെ മുഴുവൻ ഊർജ നിലയെ സ്വാധീനിക്കുകയും തന്നിമിത്തം അവിടെ വസിക്കുന്ന വ്യക്തികളിൽ മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായും അതുപോലെ ബന്ധങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തുമെന്നും വാസ്തുശാസ്ത്രത്തിൽ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഈ വാസ്തു നിയമങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ആകെ മൊത്തം ഊർജ നിലയെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും രോഗദുരിതങ്ങളും ദുഃഖവും കടവും ബാധ്യതയും സമ്മാനിക്കുന്ന നെഗറ്റീവ് എനർജികളെ നമുക്ക് തുരത്തി ഓടിക്കുവാൻ സാധിക്കും. ഒരു ഗൃഹത്തിന്റെ സ്വീകരണ മുറിക്ക് അല്ലെങ്കിൽ ഹാളിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മളൊരു ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എത്തുന്നത് ആ ഒരു സ്വീകരണ മുറിയിലാണ് അല്ലെങ്കിൽ ഹാളിലാണ്. ഈ ഹാൾ എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ മുഖം പോലെയാണ്. ഇവിടെ നിന്നാണ് ഊർജം ഗൃഹത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാളിന്റെ കാര്യത്തിൽ വാസ്തു പറയുന്ന ചില നിയമങ്ങൾ നമ്മൾ കൃത്യമായും പാലിക്കുമെങ്കിൽ ഗൃഹം മുഴുവൻ മുൻ സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവ് എനർജി നിറയുകയും അത് പലവിധ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും സാമ്പത്തിക വർധനവും നമുക്ക് സമ്മാനിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനായി വാസ്തു ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന് പുറത്ത്, അതായത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കയറുന്ന ആ ഒരു വാതിൽപ്പടി ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകുമല്ലോ, അവിടെ ഒരിക്കലും അലക്ഷ്യമായി ചെരുപ്പുകൾ അഴിച്ചിട്ട് നമ്മൾ ഗൃഹത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ചെരുപ്പുകൾ എപ്പോഴും വഴിയൊഴിച്ച് ഒരു വശത്തേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഏതൊരു ഗൃഹത്തിനുള്ളിലേക്കും പ്രവേശിക്കുവാൻ പാടുള്ളൂ. ഒരു ഗൃഹത്തിലേക്ക് കയറുന്ന ആ പ്രധാന വഴിയില് ചെരുപ്പുകൾ ചിതറിക്കിടന്നാൽ നെഗറ്റീവ് എനർജി ഗൃഹത്തെ ഒന്നടങ്കം ബാധിക്കുന്നതിന് കാരണമാകും. ഇത് ഈശ്വരാധീനത്തെ നമ്മുടെ ഗൃഹത്തിൽ കെടുത്തുകയും നെഗറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ അതിഥിയായിട്ട് ഒരു ഗൃഹത്തിലേക്ക് പോവുകയാണ് എങ്കിലും അവിടെ ഈ ഒരു മര്യാദ പാലിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യമായി ഭവിക്കും എന്നുള്ളതാണ്. ചെരുപ്പുകള് ശനിദേവന്റെ പ്രിയപ്പെട്ട വസ്തുക്കളാണ്. അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ചെരുപ്പുകൾ ശനി ഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചെരുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു മര്യാദ നമ്മൾ പാലിക്കുന്നത് ശനിദേവന്റെ അനുഗ്രഹം ആർജിക്കുന്നതിന് നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ ചെരുപ്പ് ധരിച്ചുകൊണ്ടും ഒരിക്കലും സ്വീകരണ മുറിയിലേക്ക് നമ്മൾ കയറാൻ പാടില്ല. ഇക്കാര്യമാണ് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് പലരും ഗൃഹത്തിന്റെ പ്രധാന വാതിലിനോട് ചേർന്ന് ചെടിച്ചട്ടികൾ വെക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ചെടികളും ഉണ്ടാകും. ഇത് ഗൃഹത്തിലെ ഊർജ നിലയെ വളരെ വലിയ അളവിൽ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് കടക്കുന്ന ആ വാതിലിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു ചെടിയായിട്ട് സൂക്ഷിക്കുന്നത് പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ഊർജം ഒരു വശത്തേക്ക് ഒതുങ്ങി പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഗൃഹത്തിന്റെ പ്രധാന വാതിലിനോട് ചേർന്ന് പൂച്ചെടികൾ അല്ലെങ്കിൽ ചെടികൾ സസ്യങ്ങൾ നമ്മൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും വെക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജിയും കുളിർമയും ശുദ്ധവായുവും ഈശ്വരാധീനവും ആകർഷിച്ചു വരുത്തും എന്നുള്ളതാണ്.
വാസ്തുവിലെ നിർദ്ദേശം. മൂന്നാമതായിട്ട് നമ്മുടെ സ്വീകരണ മുറിക്കുള്ളിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിഷ് ടാങ്ക് സൂക്ഷിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. അതായത് അക്വേറിയം സ്ഥാപിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. എന്നാൽ ഇങ്ങനെ ഫിഷ് ടാങ്കുകൾ നമ്മൾ സ്ഥാപിക്കുമ്പോൾ അത് സ്വീകരണ മുറിയുടെ കിഴക്ക് ദിശയിലോ ഇല്ല എങ്കിൽ വീടിന്റെ ആ ഒരു ദർശനം വരുന്ന ദിശയിലേക്കോ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഗോളാകൃതിയിലുള്ള ഫിഷ് ടാങ്ക് ആണ് നമ്മൾ നമ്മുടെ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്വീകരണ മുറിയുടെ ഏത് ഭാഗത്തും ഇത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നാലാമതായിട്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ സുഗന്ധമുള്ള ഭംഗിയുള്ള പുഷ്പങ്ങൾ സൂക്ഷിക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോസിറ്റീവ് എനർജിയും ഈശ്വരാധീനവും ഗൃഹത്തിനുള്ളിലേക്ക് ക്ഷണിച്ച് അത് വരുത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷെ ഒരു കാരണവശാലും ഉണങ്ങിയ പൂക്കൾ നമ്മുടെ ഗൃഹത്തിലെ സ്വീകരണ മുറിയിൽ ഉണ്ടാകാൻ പാടില്ല. പുഷ്പങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജിയെ ആകർഷിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ക്ഷുദ്ര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണങ്ങിയ പുഷ്പങ്ങളൊക്കെയാണ് ഈ ക്ഷുദ്ര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പലരും ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് പലരും ശത്രുക്കളുടെ ഗൃഹത്തിലോ വസ്തുവിലോ ഒക്കെ കൊണ്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഉണങ്ങിയ പൂക്കളോ ഇലകളോ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവയെ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അഞ്ചാമതായിട്ട് ഒരിക്കലും ഹാളിലിരുന്ന് മുടി ചീർപ്പിയിടുകയോ അതുമല്ലെങ്കിൽ ഷേവ് ചെയ്യുകയോ നഖം വെട്ടി അവിടെ ഇടുകയോ ചെയ്യരുത്. ഇതും നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റീവ് എനർജിയെ മുഴുവൻ നിറയ്ക്കുന്നതിന് കാരണമാകും. ആ ഒരു ഈശ്വരാധീനം പോസിറ്റീവ് എനർജി നഷ്ടമാകുന്നതിനും കാരണമാകും. നമ്മുടെ ഇപ്പോൾ ഗൃഹത്തിൽ ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് തല ചീർപ്പാം, പക്ഷെ ആ ഒരു മുടിയൊന്നും ചീർപ്പി ഹാളിലോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ചീർപ്പി ഇടുന്നത് അവിടെ ഇടാതിരിക്കുക. അതിനെ കൃത്യമായി നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക. ആറാമതായിട്ട് പൊട്ടിയതോ കേടുപാട് വന്നതോ നിലച്ചതോ ആയ ക്ലോക്കുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരു കാരണത്തെ കൊണ്ടും നമ്മുടെ സ്വീകരണ മുറിയിൽ വെക്കുവാൻ പാടുള്ളതല്ല. അവയുടെ കേട് പരിഹരിച്ച് സ്വീകരണ മുറിയിൽ സ്ഥാപിക്കാം അല്ലെങ്കിൽ സൂക്ഷിക്കാം. നന്നാക്കാൻ സാധിക്കാത്ത ഉപകരണങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക. അല്ലാത്ത പക്ഷം അവയെ മാറ്റി പുതുത് വാങ്ങി വെക്കുക. ഇത്തരത്തിൽ കേടുവന്ന ഘടികാരങ്ങളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നമ്മുടെ ഹാളിൽ സ്ഥാപിക്കുന്നത് ധനനഷ്ടം, സമയനഷ്ടം, തൊഴിൽ നഷ്ടം എന്നിവയ്ക്കൊക്കെ തന്നെ കാരണമായി മാറും എന്നുള്ളതാണ്. ഏഴാമതായിട്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ സ്വീകരണ മുറിയിൽ പരമാവധി 3 നിറങ്ങൾ നമുക്ക് പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ നിറങ്ങൾ വാസ്തുശാസ്ത്രം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കുന്നത്, അതായത് ഒരുപാട് നിറങ്ങൾ ചായങ്ങൾ സ്വീകരണ മുറിയിൽ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. എട്ടാമതായിട്ട് സ്വീകരണ മുറിയിലെ സോഫയുടെ വിരിപ്പ് എപ്പോഴും അത് ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും ഇതിൽ വരുന്ന അഴുക്കും പൊടിയും കുടഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൃത്തിയില്ലാത്ത സോഫയുടെ വിരിപ്പ് നെഗറ്റീവ് എനർജിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് നിരന്തരം ആകർഷിക്കുകയും ആ പോസിറ്റീവ് എനർജിയെ തടയുകയും ചെയ്യുമെന്നുള്ളതാണ്. ഒമ്പതാമതായിട്ട് ഹാളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ പാടില്ല. ഇപ്പോൾ TV കണ്ടുകൊണ്ടൊരു ലഘുഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ പ്രധാന ഭക്ഷണങ്ങൾ ഹാളിൽ ഇരുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഹാളിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ഡൈനിങ് നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെ ഇരുന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. അല്ലാത്ത പക്ഷം എച്ചിലൊക്കെ ഹാളിൽ ഇടുന്നത് നെഗറ്റീവ് എനർജിയെ വളരെ വലിയ രീതിയിൽ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിനും ദൈവാധീനം ആ ഒരു ഗൃഹം വിട്ടേ പോകുന്നതിനും കാരണമാകും എന്നുള്ളതാണ്. പത്താമതായിട്ട് പലരുടെയും ഹാളുകളിൽ നമുക്ക് കലണ്ടർ കാണാൻ സാധിക്കും. കലണ്ടർ ഹാളിൽ സ്ഥാപിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. എന്നാൽ പഴയ കലണ്ടറുകളുടെ സാന്നിധ്യം പല ഗൃഹങ്ങളിലും ഹാളിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു പഴയ കലണ്ടർ മാറ്റാതെ അതിന് മുകളിലൂടെ പുതു കലണ്ടറൊക്കെ വർഷം പിറക്കുമ്പോൾ നമ്മൾ തൂക്കാറുണ്ട്. ഒരിക്കലും പഴയ കലണ്ടറുകൾ ഒരു കാരണത്തെ കൊണ്ടും സ്വീകരണ മുറിയിൽ ഉപയോഗിക്കാൻ പാടില്ല. അവയെ നീക്കിയതിനു ശേഷം മാത്രമേ പുതിയ കലണ്ടർ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. പഴയ കലണ്ടറുകൾ നമ്മുടെ ഗൃഹത്തിൽ പ്രത്യേകിച്ച് സ്വീകരണ മുറിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ദിനങ്ങളൊക്കെ തന്നെ ദുർദിനങ്ങളായിരിക്കും എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം. അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞ കലണ്ടറുകൾ നീക്കി പുതിയ കലണ്ടർ മാത്രമായിട്ട് സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക. 11ാമതായിട്ട് നമ്മുടെ ഹാളിൽ അല്ലെങ്കിൽ ഹാളിന് പുറത്ത് പഴകിയ കതിർക്കുലകളോ ഓടപ്പൂവോ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് തൂക്കിയിടുന്നതും ഒഴിവാക്കേണ്ടതുണ്ട്. കഴിവതും ഓരോ വർഷവും ഇതിനെ മാറ്റി സ്ഥാപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കതിർക്കുലയും
ഓടപ്പൂവും ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് മുന്നില്, അല്ല എങ്കിൽ സ്വീകരണ മുറിക്ക് തൊട്ടുപുറത്ത് നമ്മുടെ ഗൃഹത്തിന്റെ ഭാഗത്തായി തൂക്കിയിടുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ്. മഹാലക്ഷ്മി ദേവിയുടെ നിരന്തര സന്ദർശനം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ വളരെ പഴകിയിട്ടുള്ള കതിർക്കുലകളോ ഓടപ്പൂവുകളോ ഗൃഹത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ തൂക്കിയിടാൻ പാടില്ല. 12ാമതായിട്ട് ചത്ത മൃഗങ്ങളുടെ തലയോട്ടികള്, കൊമ്പുകള്, തോലുകൾ ഇതൊക്കെ തന്നെ സ്വീകരണ മുറിയിൽ പലരും പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് അത്യധികം നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ്. ഇവയെ ഒഴിവാക്കുന്നതാണ് കുറച്ച് നല്ലത്. 13ാമതായിട്ട് നമ്മുടെ ഹാളിൽ സ്ഥാപിക്കാൻ പാടില്ലാത്തത് ഹിംസ്ര ജന്തുക്കളുടെ രൂപങ്ങളാണ്, അല്ലെങ്കിൽ വളരെയധികം കാണുമ്പോൾ തന്നെ ഭീവത്സമായിട്ടുള്ള ചിത്രങ്ങള്, നെഗറ്റീവ് എനർജി തോന്നുന്ന ചിത്രങ്ങള്, ദുഷ്ടമൃഗങ്ങളുടെ ചിത്രങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വീകരണ മുറിയിൽ സൂക്ഷിക്കാതിരിക്കുക. ഓരോ ഗൃഹവും പോസിറ്റീവ് എനർജിയുടെയും ദൈവാധീനത്തിന്റെയും കേന്ദ്രമായി മാറേണ്ടതുണ്ട്. ഈ ഒരു ലക്ഷ്യം നേടുന്നതിന് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ വരുത്തിയാൽ മതിയാകും. അപ്പൊ നമ്മുടെ ഗൃഹത്തിലെ ആ സ്വീകരണ മുറിയിൽ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ സന്തോഷവും സമാധാനവും ശാന്തിയും നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുന്നതാണ്. ചെറിയ മാറ്റങ്ങളാണ്, പക്ഷേ ഫലം വളരെ വലുതാണ്. അപ്പൊ നിങ്ങളുടെ ഗൃഹം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും വിളനിലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.